സ്വദേശി സത്യൻ. പുന്നപ്രയിൽ നിന്ന് ലക്ഷ്മണൻ ചേരുന്നു. ശ്രീ ലക്ഷ്മണൻ, VSന്റെ വിലാപയാത്ര ജന്മനാടായ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ താങ്കളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? അപ്പോഴത്തേക്ക് എന്റെ ഒരു അളിയന്റെ മകള് മരിച്ചായിരുന്നു, ശോഭനി രാജൻ. 2003 തോന്നുന്നു, 2000 ഞാൻ ഓർക്കുന്നില്ല, ദേശീയ താരമായിരുന്നു. അപ്പൊ ഞാൻ ഒരു അവാർഡ് കോൺഫറൻസിൽ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പി ഷാജി, പാർത്ഥന്റെ മോഹൻ, പുന്നപ്രയിലെ VSന്റെ അയൽവക്കക്കാരൻ പി ഷാജി എന്ന ഏരിയ സെക്രട്ടറി വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് കുട്ടനാട്ടിൽ ചെളിയും ചവിട്ടി പാടത്തിന്റെ നടുക്ക്, ഒരു 500 ഏക്കർ വരുന്ന പാടത്തിന് നടുക്ക് ചെളിയും ചവിട്ടി വന്ന് അവിടെ വന്ന് ആ സല്യൂട്ട് ചെയ്ത് സുധാകരൻ സാറും ഇവരെല്ലാരും വരികയും പിന്നെ VS വന്ന് അവരെ മൊത്തം അനുമോദിക്കുകയും അനുസ്മരിക്കുകയും എല്ലാം ചെയ്ത കാര്യം മറക്കാൻ പറ്റത്തില്ല. VSന്റെ കാര്യം പറഞ്ഞ പാടെ 9:20 പറഞ്ഞിട്ട് 9 മണിക്ക് മുമ്പേ ആ ചെളിയും ചവിട്ടി പാടത്തിലൂടെ കണ്ടത്തിലൂടെ 5-10 ഏക്കർ നടന്ന് ചെളിയിലൂടെ വന്ന് ആ കുഞ്ഞിനെയും കണ്ട് ആ വീട്ടുകാരെ സമാശ്വസിപ്പിച്ച് ചേച്ചിക്ക് ജോലിയും വാങ്ങിച്ചു കൊടുത്ത് സമരം DYFIയും SFIയും ഈ പാർട്ടി ആകെ തന്നെ സമരത്തിലൂടെ ആ കുടുംബത്തെ സംരക്ഷിച്ചാണ്. അത് മറക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും സങ്കടമാണ്. ഓക്കെ, ലാൽ സലാം സഖാവേ, ലാൽ സലാം. ശ്രീ ലക്ഷ്മണൻ, അദ്ദേഹത്തിന്റെ വൈകാരികമായ ഓർമ്മകളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ആലപ്പുഴയിൽ നിന്ന് ദേവൻ ചേരുന്നുണ്ട്. ശ്രീ ദേവൻ, ജന്മനാടായ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് VS. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഹലോ 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 ഞാൻ ശ്രീദേവൻ, ഞാൻ പാലക്കാട് ആലത്തൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് ദേവനാണ്. നമ്മള് VSനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ആദ്യമായി പറയാവുന്നത്. കാരണം ഓരോ സഹാക്കളും സംസാരിക്കുമ്പോൾ നമ്മൾ പകുതി കേൾക്കും, പകുതി വേറെ എവിടെയെങ്കിലും ശ്രദ്ധിക്കുമെങ്കിലും VS അച്യുതാനന്ദൻ സഖാവിന്റെ പ്രസംഗം നമ്മുടെ ചങ്കിലിക്കാക്കുള്ളൂ. നമ്മുടെ ഓർമ്മയിൽ ഓരോ വാക്കുകളും ഓരോ കോമഡികളും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തക്ക രീതിയിൽ നമ്മുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കണം. ഒരു ഉദയസൂര്യനെ പോലെ നമ്മുടെ എന്നും തിളങ്ങി നിൽക്കുകയാണ്. ഈ ഒരു വിയോഗം നമ്മളെ ഈ ആലത്തൂരുകാരനെ സംബന്ധിച്ചിടത്തോളം തീരാനോവ. അത് എത്ര പറഞ്ഞാലും മതിവരാത്ത. കാരണം ഞങ്ങളുടെ നെഞ്ചില് ചോര പൊടിയുന്ന പോലെയാണ് നമ്മൾക്ക് ഓരോ തോന്നുന്നത്. ഈ ആരോട് പറഞ്ഞാലും പ്രതികരണം വെറും സങ്കടം മാത്രമേ ഉള്ളൂ. ഇതുപോലൊരു സഖാവിനെ നമ്മുടെ ഓർമ്മയിലോ നമ്മുടെ സ്വപ്നത്തിലോ തിരുവച്ച് തെരഞ്ഞാൽ കിട്ടില്ല. കാരണം ഇനിയുള്ള സഖാക്കളെങ്കിലും ഇത് VS അച്യുതാനന്ദൻ സഖാവിനെ പോലെയുള്ളൊരു ഓർമ്മ, അദ്ദേഹം തുടർന്ന് വന്നിട്ടുള്ള പാതകളും അതൊരു ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് അനുസ്മരണത്തിന്റെ ദുഃഖത്തിലും വൈകാരികമായ ദുഃഖത്തിലും പങ്കുകൊണ്ട് ആ യാത്ര പിന്തുടരണം എന്ന് മാത്രമേ. ഇനി ഒരുപാട് വാക്കുകളുണ്ട്, പറഞ്ഞാലും എന്നെപ്പോലെ ഒരു 10,000-കണക്കിന് പ്രേക്ഷകർക്ക് സങ്കടം പങ്കുവെക്കാനുണ്ടാവും. ഈ തിരക്കുള്ള വേദിയിലും നമുക്ക് ഇങ്ങനൊരു വേദി, ഇങ്ങനൊരു ടൈം കിട്ടിയതിൽ ഞാൻ ജഗദീഷ് ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് 100 കോടി ആദരം അർപ്പിക്കുന്നതിനും 100 കോടി ചുവപ്പ് മുദ്രാവാക്യത്തോടുകൂടി നമ്മള് എന്താ പറയാ, നമ്മുടെ മനസ്സിൽത്തോടുകൂടി മധുര നമ്പരത്തോടുകൂടിയുള്ള ഒരു ഇൻകുലാബ് സിന്ദാബാദ് എന്ന് നേരിട്ട് വിളിക്കണമെന്നൊരു ആഗ്രഹത്തോടുകൂടി 2 വാക്കിൽ എടുക്കട്ടെ. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം VS. നന്ദി ശ്രീ ദേവൻ. ആലപ്പുഴയിൽ നിന്നാണ് ദേവൻ ചേർന്നത്. VSന്റെ ശൈലിയെക്കുറിച്ചും VSന്റെ പ്രസംഗത്തെക്കുറിച്ചും അടക്കം ദേവൻ പ്രേക്ഷകരുമായി പങ്കുവച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വിമല ചേരുന്നുണ്ട്. ശ്രീമതി വിമല, ഈ VSന്റെ വിയോഗത്തിൽ എന്താണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്? സഖാവായിരുന്നു.
ഞങ്ങളിൽ നിന്നും, ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും, ഈ കേരളത്തിൽ നിന്നും നമ്മെ വിട്ട് എന്നേക്കുമായി മാഞ്ഞു പോയിരിക്കുന്നത് വളരെയേറെ ദുഃഖകരമായ ഒരു സംഭവം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. എനിക്ക് 63 വയസ്സിലാണ്, ഞാൻ 1963 വയസ്സിലാണ് ഞാൻ ജനിച്ചത്. 73 വയസ്സായപ്പോൾ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ് ഇത് അച്യുതൻ മാമൻ. അച്യുതൻ മാമൻ എനിക്ക് വളരെയേറെ ചെറുപ്പകാലം മുതൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ ഞാൻ വളരെയേറെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും രാഷ്ട്രീയ കാര്യങ്ങളിൽ മെച്ചപ്പെടുകയും ചെയ്തപ്പോൾ ഏറ്റവും അധികം ബഹുമാനിക്കുകയും പാവങ്ങളുടെ കണ്ണുതിർത്തുള്ളിയായ ഈ അച്ചു മാമനെ നേരിട്ട് കാണുവാൻ ഒരു ദിവസം തിരുവനന്തപുരത്തിൽ ഒരു ജാഥയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അമ്മാമനെ നേരിട്ട് കാണുവാൻ ഒരു അവസരം ദൈവം എനിക്ക് തന്നിരുന്നു. ഈ ദുഃഖം ഒരിക്കലും മറക്കാൻ കഴിയാതെ, ഈ വേദന ഒരിക്കലും സഹിക്കവയ്യാതെ ഞാൻ വളരെ ദുഃഖത്തോടും വേദനയോടും കൂടെ ഇരിക്കുകയാണ്. എനിക്കിപ്പോൾ 63 വയസ്സോളം പ്രായമുണ്ട്. ഞാൻ ഈ വാർത്തയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മാവിന്റെ സ്നേഹാദരമായ അന്ത്യാഞ്ജലി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. ലാൽ സലാം സഹാവേ, ലാൽ സലാം. ഇപ്പോൾ ചേർന്നത് കൂടി ചേരുന്നുണ്ട്. ജിൻസി ജോണാണ് ചേരുന്നത്. ശ്രീ ജിൻസി ജോൺ, ചെന്താരകമായ VS-ന് യാത്രാമൊഴി നൽകുകയാണ് ഈ ദശലക്ഷങ്ങൾ. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായി എൻ്റെ പേര് ബിൻസി ജോൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. VS-നെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ചുമന്ന താരകമാണ്. കാരണം ഒരു രക്തപുഷ്പമാണ്. നമ്മളെല്ലാം ആ ഒരു പ്രത്യയശാസ്ത്രത്തിലാണ് വളർന്നു തന്നെ. VS ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തിയും ജനഹൃദയങ്ങളിൽ ആഴമേറിയ രീതിയിൽ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ ഇത്രയും കൂടെ നിൽക്കുന്നത് തന്നെ. നമ്മുടെ നേതാക്കന്മാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ജനങ്ങളുമായിട്ട് ഇടപഴകി ആ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നവരെ ജനം അതുപോലെ അവരുടെ കൈവെള്ളെ കൊണ്ട് നടക്കും. അതിൻ്റെ ഒരു മെയിൻ ഉദാഹരണമാണ് നമ്മുടെ VS-ൻ്റെ ഈ ഒരു യാത്രയപ്പ്. VS-ന് എൻ്റെ വ്യക്തിപരമായും എൻ്റെ തിരുവനന്തപുരം പഞ്ചായത്തിൻ്റെ പേരിലും അനുശോചനം അറിയിക്കുന്നു. ലാൽ സലാം. ശ്രീ ബിൻസി ജോൺ ആലപ്പുഴയിൽ നിന്നാണ് ചേർന്നത്. ആലപ്പുഴയിൽ നിന്ന് സജു ചേരുന്നുണ്ട്. ശ്രീ സജു, VS-നെ ജന്മനാട്ടിലോട്ടേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ്. അന്ത്യയാത്രയാണ് ആലപ്പുഴയിലേക്കുള്ളത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ലാൽ സലാം സഹാബി, കണ്ണേ മുത്തേ പോലുള്ള VS ഞങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്ന സഹാബ് VS അച്യുതാനന്ദന് എൻ്റെ പ്രണാമം. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കൂടി ഒരു മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ഞങ്ങളുടെ എല്ലാമായിരുന്ന ആലപ്പുഴയുടെ സ്വന്തം പുത്രനുമായിരുന്ന സഹാബ് VS അച്യുതാനന്ദന്റെ പ്രണാമം. ലാൽ സലാം സഹാബി. നന്ദി ശ്രീ സജു. ആലപ്പുഴയിൽ നിന്നാണ് പ്രേക്ഷകൻ ചേർന്നത്. വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ നിന്നും രഘു എന്നൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രഘു, VS-ന്റെ വിയോഗത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
സഖാവ് വി എസ് ഒരു പടുത്തുയർത്തിയ പ്രസ്ഥാനത്തില് ഒരു ഡൽഹി അഭിമാനവും ആവേശവും ഇപ്പൊ തോന്നുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു സഖാവ് എന്നതിലേക്ക് എങ്ങനെ ആയിരിക്കണം ഒരു സഖാവ് എന്ന ഒരു കൺസെപ്റ്റ് സഖാവ് വി എസ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. വി എസ് ഇന്നില്ല എന്നുള്ളൊരു ഒരു സത്യം നമ്മൾ അംഗീകരിക്കുകയാണ് ഈ നിമിഷത്തിൽ. തീർച്ചയായും രഘു, നന്ദി. വയനാട്ടിൽ നിന്നാണ് പ്രേക്ഷകൻ കേരള വിഷനോടൊപ്പം ചേർന്നത്. ഇന്ന് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. സലീമാണ് ചേരുന്നത്. ശ്രീ സലീം, ഈ അവസരത്തിൽ വി എസിന്റെ ഓർമ്മകൾ എന്താണ്? സഖാവ് വി എസ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ ആളാണ്. അതിൽ ഉയർന്നു വരികയും ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന മുന്നണി പോരാളിയായി മാറുകയും ചെയ്ത ആളാണ് സഖാവ് വി എസ്. അദ്ദേഹത്തിന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ അതിനനുസരിച്ച് ഇടപഴകാനും കൂടി സാധിച്ചൊരു സഖാവാണ്. ആ സഖാവ് കൽപ്പറ്റയിൽ വന്നപ്പോഴാണ് ആദ്യമായി കാണുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഈ പ്രസ്ഥാനത്തിനും സാധാരണ ജനത്തിനും വ്യക്തമായി മനസ്സിലാവുകയും ഈ പ്രസ്ഥാനത്തിന് ഗുണകരമാക്കുകയും ചെയ്തൊരു സഖാവാണ്. ഈ പാർട്ടിയുടെ സമുന്നത നേതൃത്വത്തിൽ എത്തുകയും അതേപോലെ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ശോഭിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ഈ സമയത്ത് എൻ്റെ പേരിലും പ്രബോധനക്കാരുടെ പേരിലും ഒരു റെഡ് സല്യൂട്ട് അടിക്കുകയാണ്. ലാൽ സലാം സഖാവേ. നന്ദി ശ്രീ രഘു. വയനാട്ടിൽ നിന്നാണ് പ്രേക്ഷകൻ പങ്കുചേർന്നത്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഓരോ പ്രേക്ഷകനും. നിലവിൽ വിലാപയാത്ര കച്ചേരി നടയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനസാഗരമാണ് വി എസിനെ കാണാൻ, ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയിരിക്കുന്നത്. വി എസ് എന്ന ആവേശത്തിൻ്റെ ഓരോ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുമായി കേരള വിഷൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നെടുമങ്ങാടിൽ നിന്നും സുധർമ്മ ചേരുന്നുണ്ട്. ശ്രീമതി സുധർമ്മ, വി എസിന്റെ വിയോഗത്തിൽ എന്താണ് ഈ അവസരത്തിൽ ഓർക്കുന്നത്? ഞാനൊരു കശുവണ്ടി തൊഴിലാളിയാണ്. കൊല്ലം ജില്ലയിലാണ് ഞാൻ ജോലി ചെയ്തത്. ഈ അച്ചുമാമ കയറിയിട്ട് ഞങ്ങൾക്ക് ശമ്പളവും ബോണസും പെൻഷനും എല്ലാം കൂട്ടി കൊണ്ടുവന്ന ഒരു നേതാവാണ് അദ്ദേഹം. അത് ഒരിക്കലും മറക്കാനൊക്കില്ല. ഇപ്പോഴും ഈ ശമ്പളങ്ങളും ബോണസും കൂട്ടിക്കൊണ്ടുവരണം. പെൻഷനായിട്ടിരിക്കുക ഞാനിപ്പോ. ആ പെൻഷനും കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ അച്ചുമാമന് പ്രണാമം. ശരി, നന്ദി ശ്രീമതി സുധർമ്മ. നെടുമങ്ങാടിൽ നിന്നാണ് പ്രേക്ഷക പങ്കുവച്ചത്. സാധാരണക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലും വി എസ് ഇടപെട്ടു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന ഓരോ കാരണങ്ങളും, ഓരോ വിവരങ്ങളും, ഓരോ ഓർമ്മകളും. നിലവിൽ ആലപ്പുഴയിൽ നിന്ന് അമ്പിളി ചേരുന്നുണ്ട്. ശ്രീമതി അമ്പിളി, ആലപ്പുഴയിലെ വി എസുമായുള്ള ഓർമ്മകൾ എപ്രകാരമാണ്? എന്റെയൊക്കെ ഓർമ്മ വെച്ച നാള് മുതല് ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഞങ്ങളൊക്കെ കേട്ട് വളരുന്നത് തന്നെ
PS എന്ന മഹാവിപ്ലവകാരിയുടെ പേര് കേട്ടാണ്. കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളാണ് ഞാൻ. ഞങ്ങളെ ഈ കുട്ടികളിലൂടെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും എന്നും ഈ VS എന്ന, ഞങ്ങളൊക്കെ അച്ചുമാമൻ എന്ന് വിളിക്കുന്ന VS അച്ചുമാമൻ VSന്റെ തന്നെയാണ്. ആ മനുഷ്യനെ പറ്റി 2 വാക്ക് പറയാൻ സാധിച്ചു എന്നതിൽ കവിഞ്ഞ് വലിയ ഒരു സന്തോഷവും അഭിമാനവും പറയാനില്ല. താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് എന്നും ഒരു വിപ്ലവ നേതാവ് തന്നെയായിരുന്നു VS എന്ന മഹാജനനായകൻ. ജനങ്ങളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും VS എന്ന സമരനായകൻ. വളരെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് താഴേക്കിടയിൽ നിന്നും ജീവിച്ച് വളർന്ന് വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ, ഉന്നത നിലയിൽ എത്താൻ കഴിയാതെ, സ്വന്തം പ്രയത്നത്താൽ ഒരു നാടിനെ, ഒരു ലോകം എന്ന് തന്നെ പറയാം, തൻ്റെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നയിച്ച നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും രൂപം കൊണ്ട് നിൽക്കുന്ന ഒരു ജനനായകനാണ് VS എന്ന ജനനായകൻ. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, എങ്കിലും VSനെ പറ്റി 2 വാക്ക് പറയാൻ ഈ ഒരു അവസരം കിട്ടിയത് ഈ കേരള വിഷന് നന്ദി അറിയിക്കുന്നു. ലാൽ സലാം സഖാവേ, ലാൽ സലാം. നന്ദി ശ്രീമതി അമ്പിളി. ആലപ്പുഴയിൽ നിന്നാണ് അമ്പിളി ചേർന്നത്. VSന്റെ പേര് പറഞ്ഞ ഒരു ജനത ഇവിടെ വളർന്നിട്ടുണ്ട്. ആ ജനത ഇനി വരും തലമുറയ്ക്കും VSന്റെ ചരിത്രം പറഞ്ഞുകൊടുക്കും എന്നതാണ് വാസ്തവം. കോട്ടയത്ത് നിന്ന് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സജിമോനാണ് ചേരുന്നത്. ശ്രീ സജിമോൻ, VSന്റെ വിയോഗത്തിൽ ഈ അവസരത്തിൽ എന്താണ് താങ്കൾ ഓർക്കുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തില് വളരെ നല്ല കാഴ്ചപ്പാടും തൻ്റെതായ സ്വന്തമായ കാഴ്ചപ്പാടും ആദർശവും മുറുകെ പിടിച്ച വലിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പോലെ പകരം വെക്കാൻ പറ്റിയ ഒരാള്, അദ്ദേഹത്തിന് പകരം വെക്കാൻ പറ്റിയ ഒരാള് പറയുകയാണെങ്കിൽ മറ്റൊരാളില്ല. അത്രമാത്രം നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് സാധാരണക്കാരെ നിലനിർത്താൻ വേണ്ടി നല്ല നല്ല കാഴ്ചപ്പാടുകളും ആശയങ്ങളും പറഞ്ഞ് അത് കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏറ്റവും എന്റെ ഓർമ്മയിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് P ചന്ദ്രശേഖർ സാർ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി തന്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു കാര്യം, അത് ഒരു പരിധിവരെ എനിക്ക് അദ്ദേഹത്തോട് ഏറ്റവും സ്നേഹം തോന്നിയ, ബഹുമാനം തോന്നിയ ഒരു കാര്യമാണ്. അതായത് രാഷ്ട്രീയമില്ലാതെ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ അദ്ദേഹം പങ്കാളിയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം. അതാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോട് എനിക്കുണ്ടായ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ ഈ മരണം നമ്മുടെ നാടിന്റെ തന്നെ വലിയൊരു ദുഃഖമാണ്. അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഈ സമയം അദ്ദേഹത്തിന് ഈ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബത്തിനും ഈ നാടിനോടും എല്ലാവരോടുമുള്ള അനുശോചനം എന്റെ കുടുംബത്തിന്റെ പേര് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. സജിമോൻ കോട്ടയത്ത് നിന്നാണ് പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. പന്തളത്ത് നിന്ന് മറ്റൊരു പ്രേക്ഷക നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കുട്ടിയാണ് ചേരുന്നത്. ശ്രീമതി കുട്ടി, VSന്റെ വിയോഗത്തിൽ ഈ അവസരത്തിൽ എന്താണ് ഓർക്കുന്നത്? ഞാൻ പന്തളത്തു നിന്ന് കുട്ടിയാണ് വിളിക്കുന്നത്. VSന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരായ 32 പേരിൽ അവസാനത്തെ പടനായകനാണ് സഖാവ് VSന്റെ വേർപാട് പന്തളത്തുകാർക്കും കേരളത്തിലെ എല്ലാ തൊഴിലാളി വർഗത്തിനും എല്ലാ പാവപ്പെട്ടവരുടെ ജീവിതത്തിന് വേണ്ടി ഉന്നയിച്ച അദ്ദേഹത്തിന്
ഒരായിരം രക്ത അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സഖാവിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പന്തളത്ത് വെച്ച് അടുത്ത് കാണുകയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്ത ഒരു വ്യക്തിയും, സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കർഷക തൊഴിലാളി തൊഴിൽ ജീവിച്ച് ഇപ്പോൾ 82 വയസ്സായിട്ടുണ്ട് എനിക്ക്. എന്നാലും പാർട്ടിയോടുള്ള സ്നേഹവും ആദരവും ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടിയോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ എല്ലാ വേർപാടിലും എനിക്ക് അതിയായ ദുഃഖമുണ്ട്. ലാൽ സഹലാം സഖാവേ, സഖാവ് വിഎസിന് 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് സുഖമില്ല. എനിക്ക് കൂടുതൽ പറയാൻ ഇഷ്ടം പോലെ അദ്ദേഹത്തെ കൊണ്ട് പറയാനുണ്ട്. പക്ഷേ സുഖമില്ല, വയ്യാത്തതുകൊണ്ട് പറയുന്നില്ല. നമസ്കാരം, നിർത്തുന്നു. നന്ദി. ശ്രീമതി കുട്ടി പന്തളത്ത് നിന്നാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് നിന്ന് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സുധാകരനാണ് ചേരുന്നത്. ശ്രീ സുധാകരൻ, കാസർഗോഡ് നമുക്കറിയാം എൻഡോസൾഫാൻ ദുരിതത്തിലടക്കം വളരെയേറെ പങ്കുവഹിച്ച, അത് ലോകം മൊത്തം ആ ദുരിതം അറിയിക്കാൻ കൈക്കൊണ്ടൊരു മനുഷ്യനാണ് VS. ആ VS ആണ് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഈ അവസരത്തിൽ എന്താണ് പ്രേക്ഷകർക്കോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എല്ലാവരും ആവർത്തിച്ച് തന്നെ വീണ്ടും പറയുന്നില്ല. നബി തിരുമേനി ജനിച്ചെന്ന് നമ്മ അറിയുന്നത് ദൈവമായി കാണുന്നു. അതേ ക്രിസ്തുദേവൻ ജനിച്ചിന് നമ്മ ക്രിസ്തുദേവനെ ദൈവമായി കാണുന്നു. അതേപോലെ ശ്രീകൃഷ്ണൻ ജനിച്ചിന് നമ്മ ദൈവമായി കാണുന്നു. നമ്മ കണ്ടിട്ടില്ല. അതേപോലെ ഒരു ദൈവപുത്രനായിട്ടാണ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ജനിച്ച ഒരു ദൈവപുത്രനാണ്. അത് പറയാൻ കാരണം 7ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന VS, കേരളത്തിന്റെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ലോകം അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. ലാൽ സലാം സഖാവേ, ലാൽ സലാം. നന്ദി. ശ്രീ സുധാകരൻ കാസർഗോഡ് നിന്നാണ് പ്രേക്ഷകൻ കേരള വിഷനോടൊപ്പം പങ്കുചേർന്നത്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഓരോ പ്രേക്ഷകനും കേരള വിഷൻ ന്യൂസിലൂടെ. പത്തനാപുരത്ത് നിന്ന് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വിനോദാണ് ചേരുന്നത്. ശ്രീ വിനോദ്, വിപ്ലവ സൂര്യന്റെ ഈ വിയോഗത്തിൽ എന്താണ് പ്രേക്ഷകനുമായി പങ്കുവെക്കാനുള്ളത്? വിപ്ലവ സൂര്യന്റെ വിയോഗത്തെ കുറിച്ച് പറയുമ്പോൾ കേരള ജനതയ്ക്ക് എല്ലാം തന്നെ രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ നമ്മുടെ പൊതുസമൂഹത്തിലും ഒരു തീരാ നഷ്ടമാണ് സഖാവ് VSന്റെ വിയോഗം. പുന്നപ്പറ വയലാർ സമരത്തിലൂടെ ഉയർത്തിച്ചേർന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു നെടുന്തൂണായി, അതികായനായി വളർന്നു വന്ന VS കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മനുഷ്യരുടെയും, സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പോരാടിയ ഒരു ധീരനായ നേതാവായിരുന്നു സഖാവ് VS. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാരായ, സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും എല്ലാം തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി വളരെയധികം പോരാടിയ ഒരു ധീരോധരനായ നേതാവാണ് സഖാവ് VS. VSന്റെ ഒരു ദേഹവിയോഗം നാട്ടിലെ സാധാരണക്കാരന മനുഷ്യന് ഒരിക്കലും താങ്ങാവുന്നതിനപ്പുറമായൊരു ദുഃഖമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ദേഹവിയോഗത്തിൽ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു രക്തപുഷ്പം അണിയിച്ചുകൊണ്ട് അവസാനമായി വളരെ ദുഃഖത്തോടുകൂടി ഒരു ലാൽ സലാം പറയുകയാണ്. നന്ദി. ശ്രീ വിനോദ്, പത്തനാപുരത്ത് നിന്നാണ് വിനോദ് പങ്കുവച്ചത്. ജനസാഗരമാണ് VSന്റെ ഭൗതിക ശരീരം വഹിച്ചു കൊണ്ടുവരുന്ന വാഹനവ്യൂഹത്തിന് ചുറ്റും കൂടിയിരിക്കുന്നത്. ആ ജനസാഗരത്തെ കീറി മുറിച്ച് വരുന്ന പ്രതീകമാണ് ഓരോ പ്രേക്ഷകനും അത് കാണുമ്പോൾ തോന്നുന്നത്.
വളരെ പതുക്കെയാണ് വാഹനം സഞ്ചരിക്കുന്നത്. അത്രയധികം ജനസാഗരമാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സമരനായകനെ, പോരാളിയെ, വീരപുത്രനെ ഓരോ കുടുംബ